നമസ്കാരം, മണ്ണകം ചാനലിലേക്ക് സ്വാഗതം. ബൈജു സദാനന്ദൻ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിലാണ്. നമ്മുടെ ആദരണീയായ രതീശൻ മാഷിന് ഇന്ന് ഒരു നാട്യപ്രതിഭ പുരസ്കാരം ലഭിക്കുകയാണ്. ഗോപിക്കേട്ടത്തിൻ്റെ പേരിലുള്ള ആദ്യത്തെ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. എൻ്റെ പരിപാടികൾ മണ്ണകം ചാനലുമായിട്ട് നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ്. ഏവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബന്ധു മിത്രങ്ങളെ, പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഇങ്ങനെയൊരു പുരസ്കാരം എന്ന് ചുരുക്കം പറഞ്ഞുകഴിഞ്ഞു ചുരുങ്ങിയ സമയത്ത് ആമുഖമായി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. നവഭാരതത്തിലൂടെ ഇന്നത്തെ ആധുനിക സമൂഹത്തിലേക്ക് കേരളം നടന്നു വന്ന വഴിയിലേക്ക് ഒരു തിരിഞ്ഞുകൊണ്ട് നടത്തുകയാണെങ്കിൽ നാടകം എന്ന കല അതിൽ വഹിച്ച പങ്കിനെ പറ്റി ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ കേരളീയർ നാടകത്തോട് കടപ്പെട്ടിരിക്കുന്നു. സ്നേഹത്തിൻ്റെ, സംഘബോധത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ കലയായ നാടകവും നാടകത്തെയും നാടക പ്രവർത്തകരെയും ആദരിക്കുക എന്നതാണ് ഈ പുരസ്കാരത്തിൻ്റെ ഉദ്ദേശം. ഗോപിക്കേട്ടത്തിൻ്റെ മക്കൾ സനൽ, സംഗീത്, കവിത എന്നിവർക്കും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശാന്തചേച്ചിക്കും നന്ദി, നമസ്കാരം. പേരിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പട്ടേക്കുന്നം സ്വതന്ത്ര ലൈബ്രറിയും ചേർന്ന് ഒരു പുരസ്കാരം കൊടുക്കുകയാണ് ഇന്ന്. ആ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്ന ശ്രീ A.R. രതീശനാണ്. എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം ഒന്ന്, A.R. രതീശന് ഈ അവാർഡ് കൊടുക്കുന്ന ഈ വേദിയിൽ സന്നിഹിതനാകാൻ കഴിഞ്ഞു എന്നതാണ്. കാരണം കഴിഞ്ഞ 50 കൊല്ലമായിട്ട് എനിക്കറിയാവുന്ന ഒരു നാടക പ്രവർത്തകനാണ് അദ്ദേഹം. ഇവിടെ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ 300 നാടകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. ടോബിബാസി 18 നാടകമാണ് എഴുതിയിട്ടുള്ളത്. P.J. ആന്റണി 115 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ സമാഹൃത ഗ്രന്ഥത്തിൽ പറയുന്നത്. കൃത്രിമ അഭിനയത്തിലൂടെയുള്ള ആളുകൾക്ക് അത്ര പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരില്ല. കാരണം സ്വാഭാവിക അഭിനയിക്കാണ് പ്രയാസം. കൃത്യമായ അഭിനയിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ സ്വാഭാവികമായി കഥാപാത്രത്തിന്റെ അതിന്റെ തനിമയോട് സ്വാഭാവിക രീതിയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഏറെ പണി ഉള്ളതാണ്. അതൊരു നാടകത്തിൽ എപ്പോഴും പോലീസുകാരനായിട്ടാണ് രതീശ അഭിനയിക്കുന്നത്. വലിയ പ്രമുഖന്മാരായ നടന്മാരൊക്കെ മറ്റു നാടകങ്ങളുണ്ട്. ഞാൻ തീരുമാനിച്ചു രതീശിന് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് രതീശനുമായിട്ട് എനിക്ക് അങ്ങനെ അടുത്ത ബന്ധങ്ങളൊന്നുമില്ല. ഇതുപോലെ വേദികളിൽ വെച്ച് കാണുന്നതല്ലാതെ രതീശന് നല്ല കടലുള്ള അവാർഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്, നല്ല സംവിധായകനുള്ള അവാർഡ് കൊടുത്തിട്ടുണ്ട്, നല്ല നാടകത്തിനുള്ള അവാർഡ് കൊടുത്തിട്ടുണ്ട്. പ്രശസ്തി ഘടകവും സമ്മാനിക്കും.
DYFIയുടെ ഒരു സാംസ്കാരിക റാലി. ആ ക്യാമ്പ് അന്നത്തെ DYFIയുടെ നേതാക്കൾ പ്രായമായവരൊക്കെ അവരൊക്കെ പല സന്ദർഭങ്ങൾ പറയുന്നത് ആവേശകരമായ ഒരു ക്യാമ്പാണ്. ഇത്ര ആളുകളെ പഠിപ്പിച്ചിട്ട് 500 പേരും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം നമ്മുടെ നാടകം, അതുപോലെ സംഘഗാഥ, ശീല സമരം നടന്ന യുദ്ധ രംഗത്ത് ശീല സമരം നടന്ന കാലഘട്ടത്തിലെഴുതിയ സംഘഗാഥ, അതൊക്കെയാണ് മുഴുവൻ കഴിച്ച് അവതരിപ്പിച്ച ഒരു നാടകമാണ്. തെരുവിൽ അവതരിപ്പിക്കുക, വേദിയിൽ അവതരിപ്പിക്കുക. അങ്ങനെ ഈ നാടകങ്ങളൊക്കെ ചെയ്താണ് തീർച്ചയായിട്ടും എന്നെ ഒരു പ്രശസ്തനായ എന്ന് പറയുന്ന രീതിയിലൊക്കെ ഒരു നാടകത്തായി മാറ്റി. അതിൻ്റെ ഒരു വലിയ പങ്ക്, വലിയ ഉത്തുംഗ, വലിയ ഉന്നതങ്ങളിലേക്ക് പോകുന്ന ഒരു വർത്തമാനങ്ങളിൽ പോകാം. ആ ഒരു പങ്ക് വഹിച്ചത് ശ്രീ ഗോപികേട്ടത്ത് സ്മാരക നാട്യപ്രതിഭ പുരസ്കാരം കിട്ടിയതിൽ ഞാനേറെ സന്തോഷവാനാണ്. കാരണം ഗോപികേട്ടത്തുമായിട്ട് എനിക്ക് വളരെയധികം ആത്മബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുമാത്രമല്ല, വരുംകാല എൻ്റെ നാടക പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജ്ജവാഹിനിയായിരിക്കും ഈ പുരസ്കാരം എന്നുകൂടി കരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും എനിക്ക് എൻ്റെ നാടക പ്രവർത്തനങ്ങൾക്ക് വലിയ തുണയാകാറുണ്ട്. ആ തുണ തന്നെയാണ് ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന പുരസ്കാരം. ഈ പുരസ്കാരം തന്ന ഗോപികേട്ടത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും വട്ടയക്കുന്നം സ്വതന്ത്ര ലൈബ്രറി പ്രൊഫസർക്കും എൻ്റെ നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ്.